കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജീപ്പിലേക്ക് കയറിയ നിധി സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴാണ് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞ ചരടിൽ കോർത്ത താലി കാണുന്നത്. അവൾ അതിൽ പിടിച്ച് ഒരു നിമിഷം നോക്കിക്കൊണ്ട് അത് അഴിക്കാനായി തുടങ്ങുമ്പോഴേക്കും അത് കാണുന്ന സുധീഷും അത് അഴിക്കാൻ പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഇത് അച്ഛനെ കാണിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതെ, പക്ഷേ അതവിടെ കിടക്കട്ടെന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്തിനെന്ന് നിധി ചോദിക്കുമ്പോൾ അത് നമ്മൾ വീടെത്തിയില്ലല്ലോ, വീടെത്തുന്നത് വരെ അത് കഴുത്തിൽ തന്നെ കിടന്നോട്ടെ. അല്ല, വേറൊന്നുമല്ല, ഈ വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ തൽക്കാലം അതൊരു സേഫ് അല്ലേന്ന് വെച്ചിട്ടാ, അതുകൊണ്ടാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് നിധിയും അത് സമ്മതിക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് സുധീഷും ചിരിയോടെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. മാഡം, അത് ഞാൻ കെട്ടിയ താലിയാ. എനിക്കിത് ശരിക്കുള്ള കല്യാണവുമാ, ഞാൻ ആഗ്രഹിച്ചു നേടിയ കല്യാണം. ആ താലി ആ കഴുത്തിൽ തന്നെ കിടക്കും മരണം വരെ എന്ന് ചിരിയോടെ ഓർത്തുകൊണ്ട് അവൻ വണ്ടി എടുക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിന് മുന്നിൽ ജീപ്പ് നിർത്തി നിധിയോടായി ഇറങ്ങ്, ഇന്നലെ തുടങ്ങിയ ഓട്ടമല്ലേ, നമുക്ക് എന്തേലും കഴിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് ഇറങ്ങുമ്പോഴേക്കും നിധിയും കൂടെ ഇറങ്ങുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു ടേബിളിനരികിൽ ചെന്നിരിക്കുമ്പോഴേക്കും നിധിയുടെ വല്ലാതിരിക്കുന്ന മുഖം കണ്ട് എന്തുപറ്റി, വാഷ്റൂമിൽ പോണോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വേണമെന്നവൾ പറയുമ്പോഴേക്കും എന്നാ വാ എന്ന് പറഞ്ഞ് സുധീഷും എഴുന്നേൽക്കാൻ ഒരുങ്ങുന്നുണ്ട്. അത് കാണേ നിധിയും ഇയാളെങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ചമ്മിയ മുഖത്തോടെ ചിരിയോടെ അത് പിന്നെ ഞാൻ, ഇയാൾ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. നിധി എഴുന്നേറ്റ് പോകുമ്പോഴേക്കും വേണ്ടായിരുന്നു എന്ന് സുധീഷും. അവൾ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം ഓക്കെ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവൾ അതേന്ന് പറയുമ്പോഴേക്കും എല്ലാം പക്കയല്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നു. എന്തൊക്കെ അറിയണം ഇയാൾക്ക് എന്ന് നിധി ചോദിക്കുമ്പോൾ വാഷ്റൂം നല്ല വൃത്തിയുള്ളതല്ലേന്നാ ചോദിച്ചത് എന്ന് സുധീഷ് പറയുമ്പോൾ ഇല്ലെങ്കിൽ ഇയാൾ ചെന്ന് വൃത്തിയാക്കോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുധീഷും ചിരിയോടെ ആലോചിക്കുന്നുണ്ട്. മറുപടി മുഴുവൻ തഗ്ഗാണല്ലോ, സൂക്ഷിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്ന്. ചിരിയോടെ അവൻ കഴിക്കാൻ എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും വേണ്ട, കുടിക്കാൻ എന്തെങ്കിലും മതി എന്ന് നിധിയും. ചായ, കോഫി, ജ്യൂസ് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ചായ എന്ന് നിധി. ഒരു വട കൂടി പറയട്ടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് നിധിയും. അല്ല, എനിക്കൊരെണ്ണം ഞാൻ പറയുന്നുണ്ടേ എന്ന് സുധീഷ് പറയുമ്പോൾ നിങ്ങളുടെ വായ നിങ്ങളുടെ വയറ്, എന്നോട് എന്തിനാ ചോദിക്കുന്നതെന്ന് നിധിയും. സുധീഷ് അപ്പോഴേക്കും സപ്ലയറെ വിളിച്ച് 2 ചായയും 2 വടയും ഓർഡർ ചെയ്യുന്നുണ്ട്. അത് കേൾക്ക് നിധിയും ദേഷ്യത്തോടെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ, 2 വടയും എനിക്കാണെന്ന് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്. ഓ സോറി എന്ന് നിധി പറയുമ്പോൾ ഞാൻ ഇയാള് കോഫി ആയിരിക്കും കുടിക്കാന്നാ വിചാരിച്ചത് കേട്ടോ. അല്ല, സാധാരണ സ്ത്രീകള് കോഫിയാണല്ലോ കുടിക്കാറുള്ളത് എന്ന് സുധീഷ് പറയുമ്പോൾ എന്നാര് പറഞ്ഞു എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഈ സിനിമയിലൊക്കെ അങ്ങനെയാണെന്ന് സുധീഷ് പറയുമ്പോൾ അപ്പൊ ഇയാള് സിനിമയിലെ പെണ്ണുങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ സുഹൃത്തുക്കളായ പെൺകുട്ടികൾ ആരുമില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. എനിക്കോ എന്ന് ചോദിച്ച് സുധീഷ് ചിരിച്ചു തള്ളുമ്പോഴേക്കും കോളേജിൽ പോലും സുഹൃത്തുക്കളായിട്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷും ചിരിയോടെ എടോ, സത്യം പറഞ്ഞ ഇല്ല, ഈ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴേ ഒരുമാതിരി ചമ്മല് വരുവേ. സത്യം പറഞ്ഞ ഇന്നേ വരെ ഒരു പെൺകുട്ടി പോലും എന്റെ ഫ്രണ്ട് ആയിട്ടില്ല. ആക്ച്വലി ഒരു പെൺകുട്ടിയോടൊപ്പം ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാ എന്ന് സുധീഷ് ചിരിയോടെ പറയുന്നത് കേട്ട് സംശയത്തോടെ കാറിൽ ആരും കയറാറില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതീ ട്രാവൽസിൽ ഞാൻ ഓടിക്കണ്ടല്ലോ, ഡ്രൈവർമാര് വേറെയും ഉണ്ടല്ലോ. ഇനിയിപ്പോ അർജന്റായിട്ട് എനിക്ക് ഓടിക്കേണ്ടി വന്ന കയറുന്നത് പെണ്ണാണെങ്കിൽ എവിടെയാണെന്ന് മാത്രം, അത്രേയുള്ളൂ, പിന്നെയൊന്നുമില്ല. അവരോട് സംസാരിക്കുമ്പോൾ എനിക്കൊരുമാതിരി നാണവും ചമ്മലും അങ്ങനെയൊക്കെ എന്തോ എനിക്കറിയില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്നിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഇതൊന്നും തോന്നിയില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അയ്യോ പാളി എന്ന് മനസ്സിൽ പറഞ്ഞോണ്ട് അതെ, അതാണ് എനിക്കും അത്ഭുതം. സത്യത്തിലെ ഞാൻ എപ്പോഴാ ഇത്രയും സംസാരിച്ചു തുടങ്ങിയത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പറയുന്നത് അത്ര വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്ന് നിധി പറയുന്നത് കേട്ട് ചമ്മലോടെ സുധീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും എന്താ പെട്ടെന്ന് നാണം വന്നോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അല്ല, എന്റെ ഫോണ് കുറെ നേരമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്നിറങ്ങി ജീപ്പിനരികിലെത്തി തന്റെ മൊബൈൽ എടുത്ത് ഓൺ ചെയ്ത് പോവാൻ തുടങ്ങുമ്പോഴാണ് വീട്ടിൽ നിന്നുള്ള കോൾ അവന്റെ മൊബൈലിലേക്ക് വരുന്നത്. അവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സുഭാഷിന്റെ അടുത്തേക്ക് ചേട്ടാ ദേ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നികേഷ് മൊബൈലുമായി ചെല്ലുന്നുണ്ട്. നികേഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും സ്പീക്കറിലിടാനായി സുഭാഷ് പറഞ്ഞുകൊണ്ട് ആ മൊബൈൽ വാങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. സുധീഷ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും സുധീഷ് നീ എവിടെയാണെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക എന്ന് സുധീഷ് പറയുന്ന കേട്ട് സംസാരത്തിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എടാ എന്തൊക്കെയാടാ കേൾക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അമ്പരപ്പോടെ എന്താ ചേട്ടാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്താ കേട്ടെ എന്നവൻ ചോദിക്കുമ്പോൾ സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ചുന്നേ എന്ന് നികേഷും ചാടിക്കയറി ചോദിക്കുന്നുണ്ട്. എടാ ആരാ പറഞ്ഞേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എടാ കേട്ടത് ശരിയാണോ അല്ലയോ അത് പറ എന്ന് സുഭാഷും. അത് ശരിയാണ് ചേട്ടാ, ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടിപ്പോയി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവിടെ അവർക്ക് കഴിക്കാനുള്ള ചായയും വടയും എല്ലാം കൊണ്ടുവെക്കുന്നുണ്ട്. എങ്ങനെയാടാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങ് സംഭവിച്ചു പോയി.
എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുധീഷേട്ടാ ആ കുട്ടി തന്നെയാണോ അന്ന് കാറടിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്ത കുട്ടി എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. സുധീഷും പരുങ്ങലോടെ അതേടാ അത് തന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പോഴേ തോന്നി എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, അവര് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് സുഭാഷിന്റെ ചോദ്യം കേട്ട് കുഴപ്പമുണ്ടെങ്കിൽ സുധീഷേട്ടൻ ഇത്ര സന്തോഷത്തോടെ സംസാരിക്കോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അടികിട്ടിയ തന്റെ കവിളും തടവിക്കൊണ്ട് സുഭാഷേട്ടാ ഞാൻ അവളെയും കൂട്ടിയാ വരുന്നത്. അതല്ല നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുധീഷേട്ടന്റെ കല്യാണം കഴിഞ്ഞത് പോലീസുകാർ വിളിച്ച് പറഞ്ഞതാ. കൊടുത്ത അഡ്രസ്സ് സത്യമാണോന്നറിയാൻ അവരൊരു വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചിരുന്നു എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുഭാഷേട്ടാ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാമേ. പിന്നെ അവൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു മുറി ശരിയാക്കി വെക്കണേ, നല്ല വൃത്തിയാക്കി ഇടണേ. പിന്നെ എന്നോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവളുടെ മുന്നിൽ വെച്ച് ചോദിക്കരുത്. അപ്പൊ ശരി കാണാമെന്ന് പറഞ്ഞ് സുധീഷ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി അങ്ങനെ നമ്മുടെ വീട്ടിലും ഒരു കല്യാണം നടന്നു അല്ലേ ഹരീഷേട്ടാ എന്ന് ചോദിച്ച് സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നുണ്ട് നികേഷ്. സുധീഷ് തിരിച്ച് നിധിയുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും അവൾ വട കഴിക്കാനായി തുടങ്ങിയിരുന്നു. അത് കണ്ടവൻ ചിരിയോടെ വട വേണ്ടെന്നാരോ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കണ്ടപ്പോൾ വിശപ്പ് തോന്നി, കഴിച്ചു. ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും വിശപ്പുണ്ടാവും എന്നവൾ പറയുമ്പോൾ എടോ ഇയാളുടെ വായ ഇയാളുടെ വയറ് എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോഴേക്കും നിധിക്കും ചിരി വരുന്നുണ്ട്. അവിടെ ആലോചനയോടെ നിൽക്കുന്ന സുഭാഷിനോടായി സുഭാഷേട്ടാ എന്താ ആലോചിക്കുന്നതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. എടാ അതല്ലടാ എന്നാലും ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതാണ് സുഭാഷേട്ടാ പ്രേമം, കാതൽ, ഇഷ്ക്, ലവ്. സുഭാഷേട്ടനും കൂടി ഒരാളെ പ്രേമിച്ചിരുന്നെങ്കിൽ ഒന്നിനു പകരം 2 ഏട്ടത്തിമാമന്റെ കിട്ടിയനെ അല്ലേ ഹരീഷേട്ടാന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷും അവനെ താക്കീത് ചെയ്തോണ്ട് ദേ ഒന്ന് മിണ്ടാതിരിക്കേ, എന്നാലും ഇത്രയും വലിയൊരു കാര്യം നമ്മളോട് പോലും ഒന്ന് പറയുക പോലും ചെയ്യാതെ അവൻ എന്ന് സുഭാഷ് പറയുമ്പോൾ അതത്ര വലിയ കുഴപ്പമായതുകൊണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി കല്യാണം കഴിക്കേണ്ടി വന്നത്. ആ ബഹളത്തിന്റെ ഇടയിൽ നമ്മളെ അറിയിക്കുന്നത് എങ്ങനെയാ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ടെൻഷനോടെ എടാ എന്നാലും കേൾക്കുമ്പോൾ ഒരു പേടി എന്ന് പറയുമ്പോൾ സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതല്ലേയുള്ളൂ, അവരിവിടെ തന്നെ താമസിക്കോ അതോ വന്ന വഴി കാലുകുത്താതെ തിരിച്ചു പോവോ എന്ന് നികേഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എടാ വാ എടുത്ത് ഓരോന്ന് പറയാതെടാ, ഗുളികൻ കയറിയിരിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് സുഭാഷും പറയുന്നുണ്ട്. പിന്നെ ഗുളികൻ എന്റെ വായും തപ്പി നടക്കുകയാണല്ലോ പണി. എന്റെ ചേട്ടാ കുപ്പ പോലെയാ ഈ വീട് കിടക്കുന്നത്, അവര് വരുമ്പോഴത്തേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ നികേഷിന്റെ ചോദ്യം കേട്ട് അത് വേണമെന്ന് സുഭാഷും പറയുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത് ഏത് റൂമാ അവർക്ക് വേണ്ടി ശരിയാക്കേണ്ടത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ എടാ നമുക്കേ മറ്റേ അലമാര വെച്ചിരിക്കുന്ന റൂം കൊടുക്കാം, അതാവുമ്പോൾ ആ കുട്ടിയുടെ ബാഗൊക്കെ വെക്കാനൊരു സൗകര്യം വേണ്ടേ എന്ന് സുഭാഷ് പറയുമ്പോൾ നല്ലൊരു ബെഡ്ഷീറ്റ് ഉണ്ടോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അല്ല കഴുകി വെച്ചതുണ്ട്, പുതിയതൊന്നും ഇല്ലെന്ന് സുഭാഷും. ഈ വീട്ടില് അതിനെന്തെങ്കിലും ഉണ്ടാവോ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചോണ്ട് ഒരു കാര്യം ചെയ്യേ ഞാൻ ആ റൂം ക്ലീൻ ആക്കാം. നികേഷേ അപ്പോഴേക്കും നീ ഇവിടെ ക്ലീൻ ആക്കെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഓക്കെ ഞാൻ സെറ്റാക്കിക്കോളാം എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഹരീഷ് അവിടെ നിന്ന് പോകുന്നുണ്ടേ. നികേഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് വിളിച്ചു നിർത്തി എടാ ആ കുട്ടി വരുമ്പോഴേ അവൾക്ക് എന്തേലും കഴിക്കാൻ കൊടുക്കണ്ടേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. വേണ്ട അവരെ പട്ടിണിക്കിടാം എന്ന് നികേഷ് പറയുമ്പോൾ എടാ ചിക്കൻ ഇരിപ്പുണ്ട്, ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാം എന്ന് സുഭാഷ് പറയുമ്പോൾ അത് കൊള്ളാമെന്ന് നികേഷും. അപ്പോഴേക്കും സുഭാഷ് സംശയത്തോടെ ഇനി ആ കുട്ടി അത് കഴിച്ചില്ലെങ്കിലോ നമുക്ക് ഒരു വെസ്റ്റ് കൂടി ഉണ്ടാക്കാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, ആദ്യം ആ ബാത്റൂം ശരിയാക്കണം. ഓ അങ്ങോട്ട് കടക്കാനേ പറ്റുന്നില്ല എന്ന് നികേഷ് പറയുന്നുണ്ട്. ഓക്കേടാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കൂടി ചെയ്യാം സുഭാഷ് പറയുമ്പോഴേക്കും ബാത്റൂമിലെ ബൾബ് ഫ്യൂസ് ആയിരിക്കുകയാണെന്ന് ഹരീഷും വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ അക്കാര്യം മറന്നുപോയി, എടാ നീ അതും കൂടി ഒന്ന് വാങ്ങിച്ചിട്ട് വാ സുഭാഷ് പറയുമ്പോഴേക്കും ഞാൻ വാങ്ങിച്ചോളാം കുഴപ്പമൊന്നും ഇല്ലെന്ന് നികേഷും പറയുന്നുണ്ട്. വേണ്ട വേണ്ട ഇവിടെ വേറെ കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഞാൻ മേടിച്ചോളാമെന്ന് ഹരീഷ് വിളിച്ച് പറയുമ്പോഴേക്കും ചേട്ടാ ഒരു റൂം സ്പ്രേ കൂടി മേടിച്ചോ കേട്ടോ, ഈ വീട്ടിലൊരു പഴുത്ത മണമാ, അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് നികേഷ് പറയുമ്പോഴേക്കും ശരിയടാ എന്ന് ഹരീഷ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അവിടെ ഹോട്ടലിൽ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. അവനത് കഴിച്ചോണ്ട് ചിരിയുടെ ചപ്പാത്തി നല്ലതാ വേണമെങ്കിൽ കഴിച്ചോന്ന് നിധിയോടായി പറയുന്നുണ്ട്. വേണ്ടെന്നവൾ പറയുമ്പോൾ വടയുടെ കാര്യത്തിലും അങ്ങനെയാ പറഞ്ഞതെന്ന് സുധീഷ് കളിയായി പറയുന്നുണ്ട്. വിശപ്പ് മാറി നമ്മൾ നേരെ ഇയാളുടെ വീട്ടിലേക്കാണോ പോകുന്നേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ല ഞാൻ അവിടെ വന്നു നിന്ന അവര് എന്നെയും ഇയാളും ചേർത്ത് എന്തെങ്കിലും തെറ്റായി വിചാരിച്ചാലോ എന്ന നിധിയുടെ ചോദ്യം കേട്ട് സുഭാഷിനും ചിരി വരുന്നുണ്ട്. എന്താ ചിരിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അവൻ പറയുന്നുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോൾ ഈ താലിയൊക്കെ അഴിച്ചു വെക്കാം, ജീപ്പിന്ന് മാലയൊക്കെ എടുത്തു കളയാം, ഒരു ഫ്രണ്ടാണ് ഒരു ദിവസം നിന്ന് നാളെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നേരെ ഏതേലും ഹോസ്റ്റലിലേക്ക് പോവാം എന്ന് നിധി പറയുന്നത് കേട്ട് പോവാം, പക്ഷേ ഹോസ്റ്റൽ എവിടെയാണ് അഡ്മിഷൻ എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കണ്ടേ, ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം 6 മണി കഴിയും, പിന്നെ ഇന്നിനി അഡ്മിഷൻ നോക്കണ്ടെന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നാ പിന്നെ ഏതേലും ഹോട്ടലിൽ മുറിയെടുത്താലോ എന്ന അവളുടെ ചോദ്യം കേട്ട് ശരിക്കും എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്റെ അക്കൗണ്ടിൽ കാശുണ്ട്, നമുക്ക് ഫോൺ വഴി ബുക്ക് ചെയ്യാം,
ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നിധി എണീക്കുമ്പോഴേക്കും ഏയ് നിധി അവിടെ ഇരിക്കെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് വരാമെന്ന് നിധി പറയുമ്പോൾ അവിടെ ഇരിക്കാദ്യമെന്ന് സുധീഷും. ഈ അവിടെ തന്നെ ഇരിക്കുമ്പോഴേക്കും അക്കൗണ്ടിൽ കാശുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ, ഫോണിൽ സിം കാർഡ് ഉണ്ടോ, അതുരി വലിച്ചെറിഞ്ഞില്ലേ, അത് മറന്നോ എന്ന സുധീഷിന്റെ ചോദ്യം കേട്ട് ആകെ ടെൻഷനോടെ അത് മറന്നൊന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴാണ് കയ്യിൽ കിടക്കുന്ന വള പിടിച്ചുകൊണ്ട് വള പണയം വെക്കാമെന്ന് നിധി പറയുന്നത്. വീട്ടിൽ നിന്ന് കാശെടുത്താലോന്ന് ആദ്യം വിചാരിച്ചതാ, പിന്നെ അച്ഛന്റെ കാശ് വേണ്ടെന്ന് വെച്ചു എന്ന് നിധി പറയുന്നത് കേട്ട് സുധീഷ് ചിരിക്കുന്നത് കണ്ട് അപ്പോൾ ഈ വളയും മാലയും എടുത്തത് എന്തിനാണെന്നല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇതെന്റെ മുത്തശ്ശിയുടെ സമ്മാന, അച്ഛന്റെ കാശുകൊണ്ട് വാങ്ങിയതല്ല എന്ന് നിധി പറയുമ്പോൾ എടോ താൻ എന്തിനാ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നേ, ഇന്നൊരു ദിവസം എന്റെ വീട്ടിൽ താമസിച്ചിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം, ഓക്കെ എന്ന് സുധീഷ് പറയുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് എന്തിനു വെറുതെ ടെൻഷൻ കൊടുക്കുന്നത്, മാത്രമല്ല ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടാ വരുന്നതെന്നറിഞ്ഞാൽ ഇയാൾക്കും ചീത്ത കേൾക്കില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എടോ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, വീട്ടുകാരിതൊക്കെ മുമ്പേ അറിഞ്ഞു എന്ന് സുധീഷ് പറയുന്നത് കേട്ട് പരിഭ്രമത്തോടെ അയ്യോ എങ്ങനെ, ഇയാൾ പറഞ്ഞോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഏയ് ഞാനല്ല, പോലീസുകാരന്റെ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചപ്പോ സുഭാഷ് ഏട്ടനോട് എല്ലാം പറഞ്ഞു. ഞാൻ ഫോൺ ഓണാക്കിയപ്പോ ആദ്യം വിളി വന്നത് വീട്ടിൽ നിന്നാ എന്ന് സുധീഷ് പറയുമ്പോ ഷോ കുഴപ്പമായോ എന്ന് നിധിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. അവരെന്തു പറഞ്ഞു എന്നവൾ ചോദിക്കുമ്പോൾ കൂടുതൽ പറയുന്നതിന് മുമ്പേ ഞാൻ ഫോൺ കട്ട് ചെയ്തു എന്ന് സുധീഷും ചിരിയോടെ പറയുന്നുണ്ട്. വേണ്ട, തിരിച്ചു ചെന്ന് അവരോട് സത്യം പറയുമ്പോൾ അത് അതിലും വലിയ കുഴപ്പമാവും. ഏതെങ്കിലും ഹോട്ടലിൽ തന്നെ മുറിയെടുക്കാം, ചെക്ക് ഔട്ട് ആവുമ്പോൾ പണം കൊടുത്താൽ മതിയല്ലോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് നിധിയും പറയുന്നുണ്ട്. ഇവളെ കൊണ്ട് വീടെത്താമെന്നുള്ളത് ടാസ്ക് ആയല്ലോ ഭഗവാനെ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ, ഈ പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ എത്തിയാലുടനെ ചേട്ടനോട് ഫോൺ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. വെറുതെ ഫോൺ ചെയ്താൽ പോരാ, അവിടെ എത്തിയിട്ട് നമ്മൾ രണ്ടുപേരും വീട്ടുകാരും ചേർന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം എന്ന് സുധീഷ് പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അതൊക്കെ എന്തിനാ അതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇയാളുടെ അച്ഛൻ എന്റെ വീട്ടുകാരെ പറ്റി കുറെ ചീത്ത പറഞ്ഞതല്ലേ, ശരിക്കും അവർ എങ്ങനെയുള്ളവരാണെന്നൊക്കെ അവർക്ക് അറിയണ്ടേ എന്ന് സുധീഷ് ചോദിക്കുന്ന കേട്ട് ഷോ ഇനി അതും വേണമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. വേണം എടോ, നമുക്കാണിത് ഫേക്ക് മാരേജ്, അവർക്കിത് ഒറിജിനലാ. ദേ ഇന്ന് നമ്മൾ വീട്ടിൽ പോകുന്നു, കഴിക്കുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു, നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം എന്താ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും വീട്ടുകാരെ ദേഷ്യപ്പെടില്ലെന്ന് ടെൻഷനോടെ നിധി ചോദിക്കുന്നുണ്ട്. ഇയാളുടെ വീട്ടുകാരെ പോലെ ഒന്നുമല്ല എന്റെ വീട്ടുകാര്, അതവിടെ ചെല്ലുമ്പോൾ മനസ്സിലായിക്കോളുമെന്ന് സുധീഷും പറയുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഒന്നും അത്ര കുഴപ്പക്കാരല്ല എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുധീഷ് തന്റെ കവിള് തടവിക്കൊണ്ട് ഊവേ അതെനിക്ക് കുറച്ചു ദിവസമായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്ന കേട്ട് നിധിയും ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അത് കണ്ട് സുധീഷും കൂൾ റിലാക്സ്, എടോ എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റൂ, ഇനിയിപ്പോ അഥവാ അവര് ദേഷ്യപ്പെട്ടാലും എന്നോടല്ലേ ദേഷ്യപ്പെടോ, ഇയാളെ ഒന്നും പറയില്ല, പക്ഷേ ഇയാളുടെ വീട്ടുകാരെ എന്നെ അടിച്ചാടി കണ്ടതല്ലേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സോറി വല്ലാതെ വേദനിച്ചല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഏയ് അവരീ പൂ കൊണ്ടിങ്ങനെ തടവായിരുന്നല്ലോ എന്ന് ചിരിയോടെ ചോദിച്ചോണ്ട് കഴിച്ചു തീർത്തിട്ട് എടോ താനിരിക്കെ ഞാനേ ക്യാഷ് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് അവൻ തിരിച്ചു വന്ന് അവിടെ ഇരിക്കുമ്പോഴേക്കും സോറി ട്ടോ കുറെ അടി കൊണ്ടു, എനിക്കറിയാമെന്ന് നിധിയും പറയുന്നുണ്ട്. ആക്ച്വലി ഇയാൾ അടുത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചടിച്ചേനെ, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ അവരെല്ലാരും കൂടി എന്നെ തല്ലി താഴെയിട്ടിട്ട് ഇയാളെ കൊണ്ട് പോയാലൊന്ന് പേടിച്ചിട്ടാ ഞാൻ എല്ലാം കൊണ്ടു നിന്നത് എന്ന് പറഞ്ഞോണ്ട് പോവാമെന്ന് സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്. ഇവിടുത്തെ ബില്ല് എത്രയായി എന്ന് നിധി ചോദിക്കുമ്പോൾ എന്തേന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അല്ല കണക്ക് വെച്ചാൽ മതി, ഞാൻ തിരിച്ചു തന്നോളാം എന്നവൾ പറയുന്നത് കേട്ട് ശരി ഞാൻ വാങ്ങിച്ചോളാം എന്ന് ചിരിയോടെ പറഞ്ഞോണ്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടേ. അവിടെ സുധീഷിന്റെ വീടിന്റെ ഉമ്മറത്തിരുന്ന് ലൈറ്റെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന നികേഷിനെയാണ് കാണിക്കുന്നത്. അങ്ങോട്ട് വരുന്ന സുഭാഷും ഇതൊക്കെ എന്താടാ, ഇതൊക്കെ എപ്പോ വാങ്ങി എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഹരീഷേട്ടന്റെ സെറ്റപ്പാ എന്ന് നികേഷ് പറയുമ്പോൾ എന്നിട്ട് അവൻ എവിടെ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. കുറെ നേരമായി പുറത്തേക്ക് പോയിട്ട് എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ ഹരീഷ് അങ്ങോട്ട് എത്തുന്നുണ്ട്. അവൻ ഓട്ടോയിൽ നിറങ്ങി ഫ്രണ്ട്സിനോട് എടാ ഒന്ന് വേഗം എടുത്തു വെക്കേ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അവരും ഓട്ടോയിൽ നിറങ്ങി ഒരു സ്പീക്കറെല്ലാം എടുത്തോണ്ട് വരുന്നുണ്ട്. ഹരീഷ് ഉമ്മറത്തേക്ക് കയറുമ്പോഴേക്കും എന്താ ഇതൊക്കെ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് അവര് വരുമ്പോ പാട്ടും പടക്കവും ഒക്കെ വേണമെന്ന് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ പടക്കവും ഉണ്ടോ, ഇന്ന് നമ്മൾ പൊളിക്കുമെന്ന് സന്തോഷത്തോടെ നികേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ വേണോ, വന്നു കയറുമ്പോൾ തന്നെ ആ കുട്ടി പേടിക്കുമെന്ന്, വെറുതെ ആളുകളെ മുഴുവൻ അറിയിക്കാൻ നിൽക്കണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അറിയട്ടെന്നേ, നമ്മുടെ വീട്ടിൽ ഒരു കല്യാണവും നടക്കില്ലെന്ന് പറഞ്ഞ് നടക്കണവരല്ലേ, എല്ലാവരും കേൾക്കട്ടെ
എന്ന് ഹരീഷ് പറയുമ്പോൾ അതെ എന്ന് നികേഷും. നല്ല ഒച്ചത്തിൽ വെക്കണം കേട്ടോടാ നികേഷേ എന്ന് ഹരീഷ് പറയുമ്പോൾ അത് ഞാൻ ഏറ്റു എന്ന് നികേഷും. അപ്പോഴാണ് അവർ ഉമ്മറത്തിട്ടിരിക്കുന്ന അച്ഛൻ കിടക്കുന്ന കട്ടിലിന് കീഴെ ബ്രാൻഡി കുപ്പിയും ഗ്ലാസും ഇരിക്കുന്നത് കാണുന്നത്. ഹരീഷ് അത് നോക്കിക്കൊണ്ട് എനിക്ക് പേടി, ദാ ആ കുപ്പിയുടെ ആളെയാ. 2 അകത്തു ചെന്ന അങ്ങേര് താണ്ഡവം തുടങ്ങും. അത് കണ്ട് ആ കുട്ടി ഉറപ്പായും പേടിക്കും എന്ന് ഹരീഷ് പറയുമ്പോൾ കുട്ടിയോ? ഏട്ടത്തിയമ്മ എന്ന് സുഭാഷ് തിരുത്തുന്നുണ്ട്. അമ്മയെന്ന വാക്ക് ചേർത്ത് വിളിക്കാൻ ഒരാളില്ലല്ലോ, അതുകൊണ്ട് നാവ് വഴങ്ങി വരുന്നതേയുള്ളൂ എന്ന് ഹരീഷും ടെൻഷനോടെ പറയുമ്പോൾ എന്റെ നാവ് വേഗം വഴങ്ങി. കേട്ടോ ഏട്ടത്തിയമ്മ എന്ന് നികേഷും സന്തോഷത്തോടെ പറയുന്നുണ്ട്. പിന്നീട് ജീപ്പിലിരിക്കുന്ന നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്ന്. എന്തുപറ്റി, ബോറടിച്ചോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇന്നലെ തുടങ്ങിയ ഓട്ടമല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ടെത്താം, പക്ഷേ ഒന്ന് സന്ധ്യയായിട്ട് ചെന്ന് കഴിഞ്ഞാലേ ആരും കാണൂലെന്ന് വെച്ചിട്ടാ, അതുകൊണ്ടാ ഇത്തിരി കറങ്ങിയത്. ഇയാൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാ കേട്ടോ എന്ന് സുധീഷും പറയുന്നുണ്ട്. അവിടെ സുധീഷിന്റെ വീട്ടിൽ അപ്പോഴേക്കും നികേഷും കൂട്ടരും എല്ലാം ചേർന്ന് ബോക്സ് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് വെള്ളമടിച്ചോണ്ട് സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അവരുടെ അച്ഛൻ അങ്ങോട്ടെത്തുന്നത്. അച്ഛനെ കണ്ട് കുളം തോണ്ടാൻ ആള് വരുന്നുണ്ടെന്ന് നികേഷും പറയുന്നുണ്ട്. വീടെല്ലാം അലങ്കരിക്കുന്നത് കണ്ട് എന്താടാ ഇത്, പുരുഷ സംഘത്തിന്റെ ഗാനമേളയുണ്ടോ ഇവിടെ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അങ്ങേരോട് തൽക്കാലം ഒന്നും പറയണ്ട എന്ന് ഹരീഷ് പറയുമ്പോൾ അതാ നല്ലതെന്ന് നികേഷും. പിന്നെയും വീടെല്ലാം നോക്കിക്കൊണ്ട് ഇനി വല്ല അടിയന്തര സദ്യക്കും പ്ലാൻ ഉണ്ടോടാ? എടാ മക്കളെ, അച്ഛൻ ചത്തിട്ടില്ല, ജീവനോടെ തന്നെയുണ്ട് കണ്ടോടാ എന്ന് പറഞ്ഞ് അദ്ദേഹം മസിലെല്ലാം പിടിക്കുന്നുണ്ട്. എന്നിട്ട് സംശയത്തോടെ ഇനി കൊല്ലാൻ വല്ല പരിപാടിയും ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ ചാവുന്നവരെയല്ലേ കൊല്ലാൻ പറ്റൂ, ഇങ്ങേരൊന്നും കൊന്നാലും ചാവില്ലെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. നല്ല കാര്യോ ഈ വീട്ടിലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് സുഭാഷും പറയുന്നത് കേട്ട് അദ്ദേഹം അമ്പരപ്പോടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.